നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ വ്യോമതാവളങ്ങളെ ലക്ഷ്യം വെച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ റഷ്യൻ സഹായം ഉണ്ടായിരുന്നു എന്നാണ് സെലൻസ്കിയുടെ ആരോപണം. കേവലം ഒരു ആരോപണത്തിനപ്പുറം ആഗോള സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില നിർണായക ചോദ്യങ്ങളാണ് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സെലൻസ്കിയുടെ വാക്കുകൾ പ്രകാരം ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ മിലിറ്ററി ബേസുകളുടെ അതീവ രഹസ്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ റഷ്യ ഇറാന് കൈമാറി. ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇറാൻ തങ്ങളുടെ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തിന് ഇറാൻ ഡ്രോണുകൾ നൽകി സഹായിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ തിരിച്ചും ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് റഷ്യ തങ്ങളുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സഹായം നൽകുന്നു എന്നത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. ഈ വെളിപ്പെടുത്തലിനൊപ്പം സെലൻസ്കി ഉയർത്തുന്ന മറ്റൊരു പ്രധാന വിഷയം ഉപരോധങ്ങളാണ്. റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നു. നമ്മൾ ഉപരോധങ്ങൾ ലഘൂകരിക്കുമ്പോൾ റഷ്യ ആ പണം ഉപയോഗിച്ച് കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുകയും ഇറാന്റെ സഹായത്തോടെ ജനാധിപത്യ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ആക്രമണകാരികളായ രാജ്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് ആഗോള സമാധാനത്തിന് തിരിച്ചടിയാകുമെന്ന കർശന നിലപാടാണ് യുക്രൈൻ ഇവിടെ സ്വീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യം മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ ബാധിക്കും? റഷ്യ ഇറാൻ അച്ചുതണ്ട് ശക്തിപ്പെടുന്നത് ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും വലിയ ആശങ്കയാണ് നൽകുന്നത്. അമേരിക്കയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ പോലും റഷ്യ ചോർത്തുന്നുണ്ടോ എന്ന സംശയം ഇത് ബലപ്പെടുത്തുന്നുണ്ട്. സെലൻസ്കിയുടെ ഈ പ്രസ്താവന കേവലം ഉക്രൈന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളത് മാത്രമല്ല, മറിച്ച് ലോകക്രമത്തിൽ സംഭവിക്കുന്ന അപകടകരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ചുരുക്കത്തിൽ ഉപഗ്രഹ ചിത്രങ്ങളുടെ കൈമാറ്റം മുതൽ ഉപരോധങ്ങളുടെ രാഷ്ട്രീയം വരെ നീളുന്ന സെലൻസ്കിയുടെ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.